നമസ്കാരം. നമ്മൾ റീഡിംഗ് ചലഞ്ചിന്റെ ഡേ 2 സ്വാഗതം. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് അറിയാവോ? നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അട്രാക്ട് ചെയ്യും. എല്ലാവർക്കും അറിയാം അല്ലേ? ലോ ഓഫ് അട്രാക്ഷൻ അതാണുള്ളത്. ഇഷ്ടത്തെ അട്രാക്ട് ചെയ്യുന്നതെന്ന് പറയും. പക്ഷെ പലപ്പോഴും നമ്മൾ അറിയാതെ പറയണ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഇങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങിയാൽ മനസ്സിലാവും നമ്മളൊക്കെ പറയുന്നത് കട്ട നെഗറ്റീവാണ്. അപ്പൊ ഈ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇപ്പൊ എൻ്റെ ക്ലാസ്സുകളിലൊക്കെ വരുമ്പോൾ പല ആൾക്കാരും ഇപ്പൊ പറയും ഭയങ്കര നെഗറ്റീവാണ്, ഓവറായിട്ട് എന്ത് കാര്യങ്ങൾ കണ്ടാലും ഞാൻ നെഗറ്റീവായിട്ട് മാത്രമേ എൻ്റെ മനസ്സിൽ വരുള്ളൂ, ചിന്ത വരുള്ളൂ. ഇപ്പൊ എൻ്റെ മോനൊന്ന് പുറത്തിറങ്ങിയാൽ തന്നെ ഞാൻ ആലോചിക്കുന്നത് അവന് വണ്ടി മുട്ടുവോ, അവൻ തിരിച്ചെത്തുവോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നെ ഇഷ്ടംപോലെ സ്ത്രീകളുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് അവൻ പോകുമ്പോൾ തന്നെ എനിക്ക് ആദ്യമാണ് ഇവൻ പരീക്ഷയ്ക്ക് പാസ്സാവുമോ, ഇവന് മാർക്ക് കിട്ടുമോ. ഇവരുടെ സ്ട്രെസ് കൊണ്ട് തന്നെ കൊച്ചിന് പഠിക്കാൻ പറ്റൂല. എന്നിട്ട് പിള്ളേരോട് ഇപ്പോൾ ഒരു മാതാവും പിതാവും പറഞ്ഞു, മോന് 10ാം ക്ലാസ്സിൽ മാർക്ക് മേടിച്ചില്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ, ഞാൻ ഇങ്ങനെയാണ് നീ പോകണമെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടല്ലോ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. അതാണ് ഞാൻ കാണുന്നൊരു പരിഹാരം. ഒരു അച്ഛനും അമ്മയും പറഞ്ഞതാണ്. അപ്പൊ ആ കൊച്ചു പറഞ്ഞു, എൻ്റെ അപ്പ അങ്ങനെ പറയല്ലേ, അമ്മ അങ്ങനെ പറയല്ലേ, ഞാൻ ഭയങ്കരമായിട്ട് പഠിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൊച്ച് ശരിക്കും ഇവരോട് ഇങ്ങനെ കരയുവാണ്. അപ്പൊ ഇപ്പൊ ഈ ഒരു കുട്ടി ശരിക്കും എൻ്റെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ അവരെന്നോട് ഇങ്ങനെ ഷെയർ ചെയ്യുവാണ്, ഈ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെയൊക്കെ കൊച്ചു പിള്ളേരോടൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിച്ച ആ കുഞ്ഞുങ്ങൾ എങ്ങനെ പരീക്ഷ എഴുതാനാ? അവർക്ക് പരീക്ഷ എഴുതുമ്പോഴത്തേക്ക് എഴുതാൻ പറ്റുമോ? അപ്പൊ ഞാൻ നിങ്ങളോട് പറയണത് എന്താണെന്നറിയാമോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജീവിതത്തിൽ നല്ല ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉത്തമമായ കാര്യങ്ങൾ സംസാരിക്കാനും പ്രവർത്തിക്കാനും പഠിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളെല്ലാവരും ആലോചിക്കും ഇതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ അസാധ്യമൊന്നുമല്ല, എളുപ്പമാണ്. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ കുറച്ചുകൂടി കോൺഷ്യസ് ആവണം. ഞാൻ എന്താ ചെയ്യണേ, ഞാൻ എന്താ പറയണേ, എൻ്റെ ജീവിതം എങ്ങനെയാണ് പോണേ. അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് മെഷർ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ മെച്ചപ്പെടുത്താൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ നല്ല ബുക്കുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കണത്? നിങ്ങൾക്ക് തിരിച്ചറിവുകളാണ് കിട്ടുന്നത്. ആ തിരിച്ചറിവുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു വിത്തായിട്ട് കയറുമ്പോൾ അതിൻ്റെ സാഹചര്യം നല്ലതാകുമ്പോൾ നല്ല വെള്ളമൊക്കെ ഒഴിച്ച് നിങ്ങളതിങ്ങനെ വളമിട്ട് എവറി ഡേ വായിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി കൂടാൻ തുടങ്ങും. നല്ല നല്ല കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്യും തോറും നിങ്ങളുടെ മോശം വശങ്ങൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ പോലും ഇന്ന് കാണുന്ന ഒരാൾ, നിങ്ങളുടെ അറിവ് വർദ്ധിക്കും തോറും നിങ്ങളുടെ ചിന്തകളിൽ ക്വാളിറ്റി വരാൻ തുടങ്ങും, പ്രവൃത്തികളിൽ ക്വാളിറ്റി വരാൻ തുടങ്ങും. നിങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് ആ സംസാരത്തിൽ തന്നെ ഒരു കോൺഫിഡൻസ് വരാൻ തുടങ്ങും. കാര്യം അകത്ത് നോളജ് ഉള്ള ഒരാൾ സംസാരിക്കുന്നതും വെറുതെ സംസാരിക്കുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട്. 2 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരാളെയും നമ്മൾക്ക് സെക്കൻഡിൽ നമുക്കറിയാൻ പറ്റും എൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോ, അതാ ചുമ്മാ വെറും പടമാണോ എന്നറിയാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ മാറി വരുന്നത്. അപ്പം ശരിക്കും ശ്രേഷ്ഠത എന്ന് പറയുന്നത് എന്താണ്? അതൊരു ശീലമാണ്, അല്ലാതെ അത് വലിയൊരു സംഭവമൊന്നുമല്ല. അതുകൊണ്ടാണ് ഈ ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്ന് പറയുന്നത്. നമ്മൾ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ നല്ല നല്ല വാക്കുകളാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു സംസ്കാരം, നല്ല മനുഷ്യരുടെ കൂടെയാണ് നമ്മൾ ഇരിക്കണതെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് ഉള്ളിൽ തന്നെ നമ്മുടെ മനസാക്ഷി നമ്മളെ നല്ല വഴിയിലേക്ക് നടത്തും. കാരണം ഓരോ മനുഷ്യരുടെ ഉള്ളിൽ ഒരു ഇരുണ്ട വശമുണ്ട്, ഒരു തെളിച്ചുള്ള വശമുണ്ട്. അപ്പൊ ഇരുണ്ട വശത്തെയാണ് നമ്മൾ കൂടുതൽ നോക്കണതെങ്കിൽ എന്ത് സംഭവിക്കും? അത് വലുതാവും. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു മനുഷ്യനോടും ഒരു മനസാക്ഷി ഇല്ലാത്ത, കണ്ണിച്ചോരയില്ലാത്ത, എനിക്ക് എൻ്റെ ജീവിതം ജീവിക്കണം എന്നുള്ള ലെവലിലേക്കുള്ള ഒരാളായിട്ട് നമുക്ക് മാറാം. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചമുള്ള വശത്തെയാണ് നമ്മൾ ഓരോ ദിവസവും പ്രചോദിപ്പിക്കുന്നത്. അതിലാണ് നമ്മൾ ആവർത്തിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല മാലാഖന്മാരാവാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ വാക്കുകളെ ഏറ്റവും നല്ല രീതിയിൽ പറയുക, ശാപവാക്കുകൾ പറയാതിരിക്കുക, നല്ല വാക്കുകൾ നമ്മളോടും പറയുക, മറ്റുള്ളവരോടും നല്ല വാക്കുകൾ പറയുക, കോൺഷ്യസ് ആയിട്ട് നല്ല പ്രവൃത്തി ചെയ്ത് ജീവിക്കാനായിട്ട് നോക്കുക. ഈ ഒറ്റ കാര്യം ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ലൈഫ് മാജിക്കായിട്ട് മാറും. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, നിങ്ങൾ ഇന്നത്തെ ഒരു ചലഞ്ചിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ അടുത്ത ഒരു 24 hours നിങ്ങളൊന്ന് വാച്ച് ചെയ്യാം. അന്നേരം നിങ്ങൾ ആദ്യമേ നിങ്ങളെ വാച്ച് ചെയ്യുക. ഇപ്പം നിങ്ങളൊന്ന് നോക്കുക, ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാനൊരു പോസിറ്റീവായിട്ട് ആളാണോ നെഗറ്റീവായിട്ട് ആളാണോ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. അന്നേരം നിങ്ങൾ വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക.
അപ്പൊ ഇന്ന് മുതൽ അടുത്ത 24 hours നിങ്ങളുടെ വാക്കുകളെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വന്നു, എത്ര പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് വന്നു, എങ്ങനെയാണ് നിങ്ങളുടെ പെർസെൻറ്റേജ് നിൽക്കണേ. അതായത് ഒരു കാര്യം, ഒരു സാഹചര്യം വരുമ്പോൾ അപ്പം തന്നെ പോസിറ്റീവാണ് വന്നത്. അതായത് ചില ആൾക്കാർ പറയും എനിക്കൊരു 50% പോസിറ്റീവാണ്, 50% നെഗറ്റീവാണ്. ചിലർ പറയും എനിക്ക് എന്ത് വന്നാലും നെഗറ്റീവേ വരുള്ളൂ, പോസിറ്റീവ് വന്ന കാലം മറന്നുപോയി, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്താണ് നിങ്ങളുടെ ആ ഒരു റേഷ്യോ എന്നുള്ളതൊന്ന് ഐഡന്റിഫൈ ചെയ്യാം, എന്നിട്ട് ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ അടുത്ത ദിവസം ഞാൻ പറഞ്ഞുതരാം ഈ നിങ്ങളുടെ ഒരു ഇതൊക്കെ നോക്കിയിട്ട് എങ്ങനെയാന്ന്. അപ്പൊ ഇന്ന് കമന്റ് ചെയ്യണ ആൾക്കാരുടെ കയ്യിൽ നിന്ന്. അപ്പൊ വേറൊരു കാര്യമുണ്ട്, നിങ്ങളെ നിരീക്ഷിക്കണം, നിങ്ങൾ ശരിക്കും ഒരു കോൺഷ്യസ് ആയിട്ട് എഴുതണം, എന്നിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യണം. ആ കമന്റിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് 2 ബുക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ അടുത്ത ചലഞ്ച് എന്താ, നമ്മൾ തുടരണ ഒരു കാര്യമുണ്ട്. അടുത്ത 21 days വായനയുടെ ലോകത്താണ്. ഇന്നും 5 പേജ് വായിക്കണം. ആ പേജ് വായിച്ചിട്ട് അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം നിങ്ങൾക്ക് വന്നാൽ ഇവിടുന്ന് വോയിസ് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിച്ചിടാം. അപ്പോൾ അതും കൂടി നിങ്ങൾ ചെയ്യുക. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ചലഞ്ചിൽ തുടങ്ങിയിട്ടെന്ന് പറയാൻ മടിക്കേണ്ട. കാര്യം എന്നറിയാമോ, എനിക്ക് നിങ്ങളുടെ കമൻറ്റ് വായിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു, നിങ്ങളുടെ വരുമാനം കൂടുന്നു, നിങ്ങളുടെ ലൈഫിൽ വളരെ നല്ല നല്ല കാര്യങ്ങൾ വരാനായിട്ട് ഞാനൊരു ടൂൾ ആവുന്നു എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എൻ്റെ ബുക്ക് മേടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, 9961005116. അപ്പോൾ എന്തായാലും അസൈൻമെൻറ്റുകൾ ചെയ്യാൻ മറക്കരുത്. ഇന്ന് എന്താണ് നിങ്ങളുടെ അകത്ത് നടക്കണമെന്ന് നിരീക്ഷിക്കാൻ മറക്കരുത്, വന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്താണ്, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉള്ള, പോസിറ്റീവായിട്ടുള്ള, ഫിനാൻഷ്യലി ഫ്രീഡം ഉള്ള ഒരാളായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് വരണം എന്നുണ്ടെങ്കിൽ, എൻ്റെ സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് 27-ാം തീയതി അടുത്ത ശനിയാഴ്ച രാവിലെ 5 മണിക്കാണ് നമ്മുടെ മിറക്കിൾ മോർണിംഗ് മില്യനിയർ വർക്ക്ഷോപ്പ് വേണ്ടത്. അപ്പോൾ അത് പുറത്തൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് കാണാനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം. ഇന്ത്യൻ ടൈമിലാണ് ഞാൻ വർക്ക് ചെയ്യണേ. അപ്പോൾ എൻ്റെ യൂട്യൂബിലൊക്കെ ഉള്ള ഫോളോവേഴ്സ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലുള്ളവരാണെങ്കിലും 1000 രൂപയ്ക്ക് എൻ്റെ കൂടെ 10 മണിക്കൂർ പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ തന്നെ വിളിച്ചിട്ട് ആ ക്ലാസ്സിലും ജോയിൻ ചെയ്തോ. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനും എന്നോട് കണക്ട് ചെയ്യാനും ഒക്കെ ഉള്ള അവസരം അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് 3-ാമത്തെ ദിവസം പുതിയ ചലഞ്ചായിട്ട് കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ, ലവ് യു. ഞാൻ ഇന്ന് ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നേ, വേറൊരു സ്ഥലത്ത് പോകാൻ പോവാ, അതുകൊണ്ട് സാരി ഒന്നും എടുക്കാൻ ഞാൻ. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമിൽ നല്ലതാണോ എന്ന് പറയാൻ മടിക്കണ്ട. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു, ലവ് യു ഓൾ.